മനസ്സിലായിട്ടുണ്ടോ ബിച്ചു? എനിക്ക് മനസ്സിലായി. ഇവനാ കാതറിനെ വെയിറ്റ് ചെയ്ത് നിക്ക. ഓ, നീ വെയിറ്റ് ചെയ്യണ്ട, അവൻ 9 മണിയാകുമ്പോഴേക്കും നിന്റെ സൈക്കിളും കൊണ്ടുവരും. അത് പിന്നെ 9 മണി ആയല്ലോ. വരുന്നുണ്ട്. കാതറുക്ക വരുന്നേ, സൈക്കിളും കൊണ്ട് വരുന്നേ. കാതറുക്ക വരുന്നേ, സൈക്കിളും കൊണ്ട് വരുന്നേ. ഓ, ഗ്രീൻ സൈക്കിൾ. എന്താ കാതർക്ക വൈകിയത്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഞാൻ കോത്തിരുന്ന് കള്ളു കഴിച്ചു. അത് പിന്നെ മോനെ, നമ്മൾ നേരത്തെ ഇറങ്ങിയതാണ്. ട്രാഫിക്കിലേക്ക് കാരണമാണ് വൈകിയത്. എന്തായാലും നമ്മൾ എത്തിയില്ലേ കറക്റ്റ് ടൈമില്. ഈ എന്തിനാണിങ്ങനെ ഇടങ്ങാരി പിടിക്കുന്നത്? അത് പിന്നെ എത്ര ദിവസമായി ഈ സൈക്കിളിന് വേണ്ടി ഞാൻ കോത്തിരിക്കുന്നത് അറിയോ? ഓ, എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഗ്രീൻ സൈക്കിൾ തന്നെ. ഞാൻ പറഞ്ഞു നോക്കിയ റൂബി, എന്റെ പുതിയ MTB സൈക്കിൾ. ഞാനിത് ചവിട്ടട്ടെ. അയ്യോ മോനെ, ശ്രദ്ധിച്ച് അത് ഫോറിനാ. ഓ, ഇവൻ എന്റെ ഓട്ടോറിക്ഷയൊക്കെ തകർക്കുന്ന തോന്നുന്നത്. അല്ല മോനെ ലിച്ചു, ഞാൻ സഹായിക്കാം. നീ എന്തിനാ ഇത്ര ആക്രാന്തം പിടിക്കുന്നേ? നിനക്ക് തന്നെ ഉള്ളതല്ലേ സൈക്കിള്. ആ, ഇത് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ, നീ ഹാൻഡിൽ പിടി. പോരട്ടെ. ആ, ഇറക്ക് വെച്ച് പതുക്കെ. ആ, പോരട്ടെ. വാവ്, നല്ല സൂപ്പർ സൈക്കിള്. എന്റെ ചെറുപ്പത്തിൽ ആരും ഉണ്ടായില്ല എനിക്ക് സൈക്കിൾ വാങ്ങിത്തരാൻ. അയ്യോ പാവം. എന്നിട്ട് മാമൻ എന്ത് ചെയ്തു? എന്ത് ചെയ്യാൻ, പിന്നെ ഞാനൊരു ബൈക്ക് മേടിച്ചങ്ങ് ഓടിച്ചു. ഓ, പിന്നെ മാമൻ ചെറുപ്പത്തിൽ ബൈക്കല്ലേ ഓടിച്ചിരുന്നോ? ഈ മാമന്റെ ഒരു തള്ളു. കാതർക്ക, ഇതൊന്നും കേൾക്കണ്ടെങ്കിൽ വേഗം സ്ഥലം വിട്ടോ. ഈ ഡോറൊക്കെ ഞാൻ അടച്ചുതരാം. ശരി മോനെ ബിച്ചു, ഈ പഹന്റെ തള്ളി ഏറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും ഉള്ളതാണെന്ന്. ഓന് ബൈക്ക് പോയിട്ട് ഒരു സൈക്കിൾ പോലും ഓടിക്കാൻ അറിഞ്ഞൂടാ. കാതറെ, സൂക്ഷിച്ച് സംസാരിക്കണം. എന്റെ കെട്ടിയവന് ബൈക്ക് ഓടിക്കാൻ അറിയാം. എന്റെ അച്ഛന് കാർ ഓടിക്കാനും അറിയാം. വേണ്ടെന്ന അച്ഛൻ പ്ലെയിൻ ഓടിക്കും, അല്ലേ അച്ഛാ? ഈ പയ്യന്മാരൊരു കാര്യം തള്ളേ പൊല്ലേലും ഒരേപോലെ തള്ളാണ്. മോനെ ബിച്ചു, ഇഞ്ചി തോറ്റ് പഠിക്കും. നമ്മൾ പോട്ടെ. ആ, കാതർക്ക് എവിടെയെങ്കിലും പോ. മാമ ശരിക്കും പിടിച്ചോണേ, ഞാനൊന്ന് ചവിട്ടി നോക്കട്ടെ. ആ മോനെ പിടിക്ക്. തലയിൽ കുത്തി വീണ വേദന എടുക്കും. ആ, ശരി. ഇത് നല്ല രസമുണ്ടല്ലോ ചവിട്ടാൻ. നോക്കൂ മാമ. അയ്യോ, നമ്മൾ അപ്പോഴേ പറഞ്ഞാണ് ശ്രദ്ധിക്കണോ. ഇനി എങ്ങനെ ശ്രദ്ധിക്കാനാ? എന്റെ മുട്ട് കൈ പോയി. കാതർക്ക്, നിങ്ങൾ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളാണോ എനിക്ക് മേടിച്ചു തന്നത്? പച്ചോനെ, ഇജ്ജ് ചവിട്ടി സൈക്കിളിന് ബ്രേക്കില്ലേ? നമ്മളാ കടക്കാരനോട് ചോദിക്കട്ടെ. ഈ മാറി നമ്മളെ പറ്റിച്ചെന്നാണ് തോന്നണത്. കാതർ രക്ഷപ്പെട്ടു. ഓ, ഇവൻ എങ്ങോട്ടാ പോകുന്നേ? ഓ, അവൻ പോയി. ബിച്ചു, ഉള്ളത് വെച്ച് ചവിട്ടാൻ നോക്ക്, അല്ലാതെ രക്ഷയില്ല. ആ കാതർ വണ്ടേ ഒരു കള്ളനാ. ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ സൈക്കിൾ വരെ ഈ പിച്ച് ചവിട്ടിയിട്ടുണ്ട്. പിന്നെയാണ് ഈ MTB. ആ, നോക്കിക്കോ മോനെ, ശ്രദ്ധിക്കണേ, ഒരു പ്രാവശ്യം വീണതാ. അതൊന്നും സാരില്ല മാമ. ഞാൻ വേണമെങ്കിൽ കൈ വിട്ട് വരെ ചവിട്ടും. നോക്കിയേ. ഓ, ഇവന്റെ ഒരു കാര്യം. ആദ്യം നീ കൈ പിടിച്ചൊന്ന് ചവിട്ട്. അതൊക്കെ പോകുന്നുണ്ട്. ഒരു കൈ വിട്ട് ചവിട്ടും. നോക്ക് മാമ. നോക്കടാ സുഖടാ, നോക്ക്. ഓ, സൂപ്പർ. മോനെ, നീ അങ്ങനെ ഒരു എക്സ്പെർട്ട് ആയില്ലേ? മാമന് വേണമെങ്കിൽ ഒന്ന് ചവിട്ടി നോക്കും. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ കൈവിട്ടൊന്നും ചവിട്ടല്ലേന്ന്. എന്നാ പിന്നെ മാമൻ ചവിട്ടി. ഈ സൈക്കിൾ എനിക്ക് പറ്റുന്നു തോന്നുന്നില്ല. ഓ, അങ്ങനെ വഴിക്കുവാ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെറുപ്പത്തിൽ സൈക്കിളൊന്നും ചവിട്ടിയിട്ടില്ല. പക്ഷെ ബൈക്ക് ഓടിച്ച എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് ഏത് സൈക്കിളും ചവിട്ടാം. ഓ, ഇനി മാമന്റെ തള്ളു കേക്കണം. ഓ, കേക്കണം. നീ 2 പ്രാവശ്യം വീണില്ലേ, അതുകൊണ്ടാ. നോക്കിക്കോ. കണ്ടു, എന്റെ ഭർത്താവ് സൈക്കിൾ ചവിട്ടുന്നത് കണ്ടോ? ആ, കണ്ട്. ഓ, ബാബന്, ഈ ബാബനെന്താ ഇടങ്കാലിട്ടോ ചവിട്ടുന്നത്? അതിനെന്താ, ഇങ്ങനെ ചവിട്ടിയാ പോരെ? അയ്യേ, ഇങ്ങനെയൊന്നല്ല സൈക്കിൾ ചവിട്ടുന്നത്. ഇങ്ങനെ ചവിട്ടാൻ ഏത് കുട്ടികൾക്കും പറ്റും. മാമൻ ആദ്യം 2 കാലും ഇട്ട് ചവിട്ടാൻ നോക്കും, എന്നിട്ട് വീരവാദം പറ. അങ്ങോട്ട് ചവിട്ടി കാണിച്ചു കൊടുക്കും മനുഷ്യ. അവൻ കാണട്ടെ. ഓ, ഇപ്പൊ ശരിയാക്കി തരാം. അയ്യോ, എന്നെ ഒന്ന് എണീപ്പിച്ച് വെച്ചോ. അയ്യോ, ഈ സൈക്കിള് ശരിയല്ല മോനെ, ഞാൻ അപ്പോഴേ പറഞ്ഞതാ. മനുഷ്യ, നിങ്ങൾക്ക് പറ്റൂലെങ്കിൽ അതവിടെ വെച്ചേക്ക്. വെറുതെ കൈയും കാലം ഓടിക്കണ്ട. ആന്റിക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു കൊടുക്കാത്തതിന്റെ കലിപ്പ. ഓ, നീ ദേഷ്യപ്പെടാതിരിക്ക്. നിന്റെ വാഷിംഗ് മെഷീൻ ഇപ്പൊ എത്തും. ഞാൻ കാതറിനോട് പറഞ്ഞിട്ടുണ്ട്.
നമ്മളോട് പറഞ്ഞ സാധനങ്ങൾ മൊത്തം എത്തിയിട്ടുണ്ട്. റെഡി കാശാണ് കേട്ടാ. കാതറെ നിന്റെ സൈക്കിൾ ആദ്യം എടുത്തോണ്ട് പോ, ഇത് ചവിട്ടാൻ പറ്റുന്നില്ല. അരി ചവിട്ടാ അറിയാത്തത് നമ്മളെന്ത് ചെയ്യാനാണ്? എൻ്റെ ബീവിക്ക് വേണ്ടിയിട്ട് തയ്യൽ മെഷീൻ നമ്മൾ കൊണ്ടുവന്നേക്കുന്നു. വാഷിംഗ് മെഷീൻ ഉണ്ട്. ഇത് വർക്ക് ചെയ്യുമോ കാതർക്ക? അത് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ്? വാഷിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഒരെണ്ണം വർക്ക് ചെയ്യും. ഇനി അതും വർക്ക് ചെയ്തില്ലെങ്കിൽ ഇതാണ് ടേപ്പ് പെട്ടി. ഇത് ഉപയോഗിച്ച് തേക്കാം. ഇനി നമ്മളൊരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഓക്കം ക്ലീനർ. ഇത് ഉപയോഗിച്ച് എൻ്റെ മുടി വരെ വെട്ടാറാ. നോക്കിക്കോ, ഇവിടെയുള്ള ചപ്പും ചവറും എല്ലാം ഈ ഓക്കം ക്ലീനർ വലിച്ചെടുക്കും. ഇതൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞ് കളയണോ? വർക്ക് ചെയ്യാത്ത കുറെ സാധനങ്ങൾ കൊണ്ട് തന്നേക്കുക. നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് കാണിച്ചു തരാം. എന്നിട്ട് വിശ്വാസം ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി. എങ്കിൽ വർക്ക് ചെയ്യിപ്പിക്ക്, എന്നിട്ട് വിശ്വസിക്കാം. കണ്ട കഷ്ട ചപ്പും ചവറും കടലാസും ഒക്കെ വലിച്ചിരിക്കണ കണ്ട. എങ്ങനെയുണ്ട് നമ്മളെ വാക്കം ക്ലീനർ? അതിന്റെ വീട് മൊത്തം ക്ലീനാക്കും. അടുത്തത് കാണിക്ക്. ഇതാണ് നമ്മളെ സ്പെഷ്യൽ തേപ്പ് പെട്ടി. ഇത് തേച്ചോണ്ട് നിന്റെ മുറ്റം വരെ ക്ലീനാക്കാം. മുറ്റം ക്ലീനാക്കാനോ? അല്ല, തുണിയൊക്കെ നമുക്ക് വടിയിൽ നീട്ടാം. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് കണ്ട നല്ല മെയ്ക്ക് വെട്ടുപോലിരിക്കുന്ന തുണിയൊക്കെ. ഇനിയാണ് നമ്മൾ പറഞ്ഞ തയ്യൽ മെഷീൻ. എൻ്റെ ബീവിക്ക് ഇനി ഓണത്തിനും വിഷുവിനും സ്വന്തമായിട്ട് ഉടുപ്പടിക്കാം. അതെ വിറ്റു, ഇത് എങ്ങനെയുണ്ട്? ഇത് കൊള്ളാലോ കാതറെ. അപ്പൊ നിനക്ക് നല്ല സാധനങ്ങൾ കൊണ്ടുതരാനും അറിയാം. അത് പിന്നെ നമ്മൾക്ക് ഓരോ കടക്കാരി തന്നെയല്ലേ എൻ്റെ പൊന്നു പോവാ. ഇതെനിക്ക് വളരെ ഇഷ്ടമായി. നല്ല തയ്യൽ മെഷീൻ. അധികം വർക്ക് ചെയ്യിപ്പിച്ചാലേ ചൂടാവും. ചൂടാവാൻ പറ്റില്ലേ? പിന്നെ എന്തിനാ? അടുത്ത് നോക്ക്, നമ്മളെ സ്പെഷ്യൽ വാഷിംഗ് മെഷീൻ. എന്താ കാതർക്ക ഒച്ച കേൾക്കുന്നില്ലല്ലോ? അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് തുണി ഇട്ട് കൊടുക്കണം. തുണിയൊക്കെ ഞങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യം അതൊന്ന് ഓൺ ചെയ്ത് കാണിക്ക്. അത് മോനെ, നമുക്ക് തോന്നുന്നു ഇത് വർക്ക് ചെയ്യുന്നില്ലാന്ന്. നമ്മളെ പിന്നെയും പറ്റിച്ചല്ലോ. ഈ കള്ളക്കതറിന് വിശ്വസിക്കരുത്. ഞാൻ അപ്പളേ പറഞ്ഞതാ, നിന്റെ സൈക്കിളിന്റെ കാശും വാഷിംഗ് മെഷീന്റെ കാശും ഞങ്ങൾ തരുന്നില്ല. അല്ലെങ്കിലും അനക്കും ഇതൊന്നും ഉപയോഗിക്കാനുള്ള യോഗമില്ല ഗോപ. കാശുള്ളവർ ഉപയോഗിച്ചോളൂ, നമ്മളിത് തിരിച്ചു കൊടുത്തോളാം. അയ്യോ, ആന്റിയുടെ വാഷിംഗ് മെഷീൻ അല്ലേ പോകുന്നത്? ആന്റി പിന്നെ കലിപ്പിലാകുമല്ലോ ദൈവമേ.